ഹേ ഗായ്സ്, അപ്പോൾ എന്നും ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുമെങ്കിലും നടക്കാറില്ല. താഴത്തേക്ക് റൂം മാറിയപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് രാവിലത്തേക്ക് മാത്രമേ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കഴിക്കുന്നുള്ളൂ. ഉച്ചക്കത്തേക്കും രാത്രിത്തേക്കുള്ളത് ഞങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഉച്ചത്തേക്കും കൂടെയുള്ള ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം തീരെ ടൈം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും വീഡിയോ എടുക്കാൻ വിചാരിച്ച് റൂമിൽ എത്തിയ ഉടനെ കുളിച്ചിട്ട് നമ്മുടെ യൂണിഫോമിൽ ചെളി ഉണ്ടാവില്ല, എന്നാലും മുക്കി വെക്കും. സോപ്പും വെള്ളത്തിലും മുക്കി വെച്ചിട്ടാണ് രാവിലെ ഡ്യൂട്ടിക്ക് വരിക. അപ്പോൾ ഇന്നങ്ങനെ ഡ്രസ്സൊക്കെ ഒത്തിരി അലക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കിച്ചണിൽ കയറി ഒരു ഉള്ളി മുറിക്കാനെടുത്ത് കത്തിക്കാണെങ്കിൽ മൂർച്ച എന്ന് പറഞ്ഞൊരു സാധനമില്ല. അപ്പം ഞാൻ വെച്ച കത്തി എവിടെയാണെന്ന് കുറേ ഞാൻ അന്വേഷിച്ച് നടന്നു. ലാസ്റ്റ് ആ കത്തി കിട്ടിയപ്പോഴെല്ലാം പിന്നെ പെട്ടെന്ന് ചടപടാന്ന് പെട്ടെന്നാവാൻ തുടങ്ങിയത്. അങ്ങനെ ഇന്നത്തേക്കുള്ള നൈറ്റിൻ്റെ മെനു എന്താ വെച്ചാൽ ചോറും പരിപ്പും തക്കാളിയും കടുക് പൊട്ടിച്ചതും പിന്നെ ചെറുപയറിൻ്റെ ഉപ്പേരിയും പിന്നെ മുട്ട പൊരിച്ചതുമായിരുന്നു. പെട്ടെന്നാക്കി എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു വിശന്നിട്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് സമയം കിട്ടിയപ്പോൾ പോയി അലക്കിയിട്ടതൊക്കെ മുക്കി വെച്ചതൊക്കെ പോയി അലക്കിയിട്ട് വിരിച്ചിട്ടു. കുറേ ദിവസത്തെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. പിന്നെ യൂണിഫോം മാത്രം അകത്തിട്ടിട്ട് ബാക്കിയൊക്കെ പുറത്തിട്ടു. അങ്ങനെ നമ്മുടെ ഫുഡായി. ഇത് ബാക്കിയൊക്കെ ഞാൻ പിറ്റേ ദിവസം രാവിലെ എടുക്കുന്നത് കേട്ടോ. ചോറും മുട്ട പൊരിച്ചതും നമ്മുടെ കറിയും പിന്നെ ചെറുപയറിൻ്റെ ഉപ്പേരിയും ഇതൊക്കെ കൂടെ ആക്കിയിട്ട് ഉപ്പേരി എന്ത് ചെയ്താൽ വേവുന്നില്ല. വെന്ത ഉപ്പേരി പിന്നെ വേവാത്ത മാതിരി ഒന്നും കൂടെ ചെറുപയർ കുറച്ച് കട്ടിയായതുപോലെ തോന്നി. പിന്നെ ഇതൊക്കെ കൂടി എടുത്ത് പ്ലേറ്റിലിട്ടു. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണെന്നുണ്ടെങ്കിലും എക്സ്ട്രാ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ രാവിലെ തന്നെ കഴുകി വെക്കാൻ വേണ്ടി നിന്നു. അതിൻ്റെ ഇടയ്ക്ക് തത്തി എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഫുഡ് ചൂടാക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നുണ്ട്. ഇത്രയും ഞാൻ ഉണ്ടാക്കിയതിന് എനിക്ക് 5-6 പാത്രം ഉണ്ടായി കഴുകാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാവിലെ ഉറക്കത്തിൻ്റെ ഒരു ഇതാണോ എന്താണെന്നും മനസ്സിലാവുന്നില്ല. ഉരച്ചിട്ട് പാത്രം കൂട്ടി വൃത്തിയാകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ടു. പിന്നെ ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഫുഡൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ട് പോയി ഒരുങ്ങിയിട്ട് വന്ന് താഴെ എത്തിയപ്പോൾ കോലം കാണുന്ന എന്തോ ഒരു പ്രത്യേകതയുള്ള ദിവസമാണെന്ന് കോലം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചു. അപ്പോൾ ഓക്കെ ബൈ.